പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2024 നവംബർ 23 ശനി. പ്രധാന വാർത്തകൾ. കേരള രാഷ്ട്രീയത്തിൽ നിർണായകമല്ലെങ്കിലും കേരളത്തിലെയും കേന്ദ്രത്തിലെയും രാഷ്ട്രീയ ഭൂമികയിൽ ഏറെ ചർച്ചകൾക്ക് വഴിയൊരുക്കുന്ന ഉപതിരഞ്ഞെടുപ്പുകളുടെ ഫലമറിയാൻ ആകാംക്ഷയുടെ പ്രവാസി മലയാളികൾ. വയനാട് ലോക്സഭാ മണ്ഡലത്തിലെയും പാലക്കാട് ചേലക്കര നിയമസഭാ മണ്ഡലങ്ങളിലെയും വിവിധ സംസ്ഥാനങ്ങളിലെയും തിരഞ്ഞെടുപ്പുകളുടെ ഫലമാണ് ഇന്ന് അറിയാവുന്നത്. കേരളത്തിലെ ഉപതിരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഭരണതലത്തിൽ മാറ്റങ്ങൾക്ക് വഴിവെക്കില്ലെങ്കിലും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഉപതിരഞ്ഞെടുപ്പുകൾ എന്ന വിശേഷങ്ങളാൽ തന്നെ ഫലപ്രഖ്യാപനവും പ്രവാസികൾക്ക് കൗതുകത്തോടെയാണ് കാത്തിരിക്കുന്നത്. വാരാന്ത്യ അവധി ദിനമായതിനാൽ കൂടുതൽ പേർക്ക് ലൈവായി തന്നെ ഫലമറിയാൻ സാധിക്കും. കഴിഞ്ഞ മാസം ഒമാനിൽ ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയത് സുഹാറിലാണെന്നും കുറവ് സെയ്ക്കിലാണെന്നും ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം റിപ്പോർട്ട്. 44.4 ഡിഗ്രി സെൽഷ്യസിൽ വരെയായിരുന്നു സുഹാറിലെ ശരാശരി താപനില. സെയ്ക്കിൽ 13.7 ഡിഗ്രിയും റിപ്പോർട്ട് ചെയ്തതായും സിവിൽ ഏവിയേഷൻ അതോറിറ്റി വ്യക്തമാക്കി. സഹം 43.6 ഡിഗ്രി സെൽഷ്യസ്, ലിവ 42.5 ഡിഗ്രി, സൂർ 42.1 ഡിഗ്രി, വാദി മആവിൽ 42.1 ഡിഗ്രി എന്നിവയാണ് ഒക്ടോബറിൽ കൂടുതൽ താപനില രേഖപ്പെടുത്തിയ മറ്റു പ്രദേശങ്ങൾ. ഹൈമ 18.1 ഡിഗ്രി സെൽഷ്യസ്, മസ്യൂന 18.5 ഡിഗ്രി, ദൽഖുത്ത് 18.5 ഡിഗ്രി, ഖൈറൂൻ അൽ ഹിർത്തി 18.6 ഡിഗ്രി എന്നിവിടങ്ങളിലാണ് ഒക്ടോബറിൽ കുറഞ്ഞ താപനില രേഖപ്പെടുത്തിയതെന്നും സിവിൽ ഏവിയേഷൻ അറിയിച്ചു. സാംസ്കാരിക, കായിക, യുവജന മന്ത്രാലയം മത്രയിൽ സംഘടിപ്പിക്കുന്ന റെനീൻ സമകാലിക കലാപരിപാടിയുടെ പ്രഥമ പതിപ്പിന് തുടക്കം. സയ്യിദ് ബിൻ അറബ് ബിൻ ഹൈതം അൽ സയ്യിദ് ഔദ്യോഗിക ലോഞ്ചിങ് നിർവഹിച്ചു. നവംബർ 30 വരെയുള്ള ദിവസങ്ങളിൽ മത്ര പോലീസ് സ്റ്റേഷൻ പരിസരം, ബൈത്ത് അൽ ഖൂരി, ബൈത്ത് അൽ ഗുഞ്ചി, മത്ര കോട്ട എന്നിവിടങ്ങളിലായി വ്യത്യസ്ത പരിപാടികൾ അരങ്ങേറും. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 20ഓളം കലാകാരന്മാരാണ് റെനീനിന്റെ ഭാഗമാകുക. 13 പ്രാദേശിക കലാകാരന്മാരും 7 അന്തർദേശീയ കലാകാരന്മാരും 8 സോളോ സംഗീതജ്ഞരും 3 വേദികളിലായി അടുത്ത ദിവസങ്ങളിലായി പരിപാടികളിൽ അവതരിപ്പിക്കും. ഒമാൻ ദേശീയ ദിനത്തോടനുബന്ധിച്ച് നടക്കുന്ന സുഹാർ ഫെസ്റ്റിവലിൽ സന്ദർശകരുടെ തിരയിളക്കം. നവംബർ 19 തുടക്കം കുറിച്ച ഫെസ്റ്റിവൽ പ്രദേശത്തിന്റെ തന്നെ ഉത്സവമായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ 4 ദിവസമായി സുഹാർ നിവാസികളിലും ബാത്തിന മേഖലയിലുമുള്ളവരും സുഹാർ സനായി റോഡിലെ എന്റർടൈൻമെന്റ് പാർക്കിലേക്ക് ഒഴുകുകയാണ്. സുഹാർ വിലായത്ത് ഒരുക്കുന്ന ഫെസ്റ്റിവൽ ജനുവരി 3 വരെ തുടരും. സംഗീതത്തിന്റെ പെരുമഴ തീർക്കാൻ ഒമാനിലെ പ്രഗത്ഭരായ സംഗീത രംഗത്തെ പ്രമുഖരാണ് വേദിയിലെത്തുന്നത്. ഓരോ ദിവസവും പ്രധാന വേദിയിൽ പാട്ടും നൃത്തവും, പരമ്പരാഗത കലാപ്രകടനങ്ങളും, ലേസർ ഷോയും, കുട്ടികളുടെ കലാപരിപാടികളും, മത്സരങ്ങളും, ഫാഷൻ ഷോയും തുടങ്ങി വൈവിധ്യമാർന്ന പരിപാടികളുടെ രസക്കാഴ്ചകൾ ആസ്വദിക്കാം. ഖത്തർ ലോകകപ്പ് വേളയിൽ സുഹാർ ഫെസ്റ്റിവൽ വേദിയിൽ വലിയ സ്ക്രീനിൽ ഫുട്ബോൾ ആസ്വദിക്കാൻ നൂറുകണക്കിന് ആളുകൾ എത്തിയിരുന്നു. അതുപോലെ 1000-ൽ-അധികം ആളുകൾക്ക് വേദിയിൽ നടക്കുന്ന പരിപാടികൾ ഗ്യാലറിയിൽ ഇരുന്ന് കാണാൻ ഒരുക്കിയ ഇരിപ്പിടങ്ങൾ ശ്രദ്ധേയമായിരുന്നു. ഇതേ മാതൃകയിൽ കഴിഞ്ഞ ദിവസം നടന്ന ലോകകപ്പ് യോഗ്യതാ റൗണ്ടിലെ ഒമാൻ ഇറാഖ് മത്സരം സ്ക്രീനിൽ കാണാൻ ദൂരദിക്കുകളിൽ നിന്ന് പോലും നിരവധി പേർ എത്തിയിരുന്നു. തുടക്ക ദിവസം മുതൽ വലിയ ജനപങ്കാളിത്തമാണ് ഉത്സവവേദിയിൽ ഉണ്ടാകുന്നത്. ദേശീയ ദിനം ആരംഭിച്ചതോടെയാണ് കുടുംബങ്ങളും കുട്ടികളും ഒഴുകിയെത്തിയത്. ഒമാനിലെ പ്രമുഖ ഗായകരുടെ ഗാനമേളകൾ എല്ലാ ദിവസവും അരങ്ങേറുന്നുണ്ട്. കൂടാതെ മറ്റു നിരവധി കലാരൂപങ്ങളും കുട്ടികൾക്കുള്ള പരിപാടികളും മുഖ്യവേദികളും അനുബന്ധ വേദികളിൽ നടക്കുന്നു. പാചകം, കരകൗശല നിർമ്മാണവും വിൽപ്പനയും, അമ്യൂസ്മെന്റ് പാർക്ക്, ആകാശത്തൊട്ടിൽ, ഫുഡ് കോർട്ട്, കുട്ടികളുടെ നാടകങ്ങൾ, ഒമാനി തനത് കലാരൂപങ്ങൾ, പാരമ്പര്യ വസ്ത്രവിപണി, ക്വിസ് പ്രോഗ്രാം, നറുക്കെടുപ്പ് എന്നിങ്ങനെ നീളുന്നതാണ് പരിപാടികൾ. ദീപാലങ്കാരം കൊണ്ട് ഓരോ കമാനങ്ങളും വർണ്ണക്കാഴ്ചകളാണ് തീർക്കുന്നത്. സ്വദേശികളെ പോലെ വിദേശികളും വൈകുന്നേരങ്ങളിൽ സുഹാറിന്റെ ഉത്സവ ആനന്ദത്തിലാണ്. ഫത്ത അതിർത്തിയെ വർണ്ണമണിയിച്ച് ഒമാൻ ദേശീയ ദിനാഘോഷം. 54-ാം ദേശീയ ദിനാഘോഷത്തിൽ ദുബൈ അതിർത്തി തുറമുഖ സുരക്ഷാ കൗൺസിലും ദുബൈ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സും ഭാഗമായി
യാത്രക്കാരുടെ ചെക്കിംഗ് പോയിന്റ് പരിസരത്ത് നടന്ന പരിപാടിയിൽ ദുബായ് ഇമിഗ്രേഷൻ മേധാവി ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽ മറി, ഒമാൻ പോലീസിലെ ഉന്നത മേധാവിയും നോർത്ത് അൽ ബാത്തിന പോലീസിന്റെ കമാൻഡർ ബി ഗ്രേഡിലെ അബ്ദുള്ള അൽ ഫാർസി, ദുബായ് കസ്റ്റംസിന്റെ ഡയറക്ടർ ജനറൽ ഡോക്ടർ അബ്ദുള്ള ബുസ്നാദ്, വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ അസിസ്റ്റന്റ് ഡയറക്ടർമാർ, ഒമാൻ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അടക്കം നിരവധി പേർ സംബന്ധിച്ചു. ദേശീയ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ദുബായ് എയർപോർട്ടിലും ഒമാൻ ദേശീയ ദിനാഘോഷം നടന്നു. സ്വദേശികളായ യാത്രക്കാർക്ക് പ്രത്യേക സ്വീകരണവും സമ്മാനങ്ങളും ഇന്റർനെറ്റ് ഡാറ്റ അടങ്ങിയ മൊബൈൽ സിമ്മുകളും നൽകി. എയർപോർട്ടിലും ഹത്ത അതിർത്തിയിലും യാത്രക്കാരുടെ പാസ്പോർട്ടുകളിൽ UAE ഒമാൻ സൗഹൃദം അടയാളപ്പെടുത്തിയ സ്റ്റാമ്പുകളും പതിപ്പിച്ചു. ആധുനിക ഒമാന്റെ ശില്പിയായ അന്തരിച്ച സുൽത്താൻ ഖാബൂസ് ബിൻ സയീദിന്റെ ജന്മദിനമാണ് രാജ്യം ദേശീയ ദിനമായി ആഘോഷിക്കുന്നത്. ഹത്ത അതിർത്തിയിൽ നടന്ന ചടങ്ങുകൾ ഒമാന്റെയും UAEയുടെയും ചരിത്രമായ ബന്ധങ്ങളും സൗഹൃദങ്ങളും കൂടുതൽ അടയാളപ്പെടുത്തുന്ന വേദിയായി. ഇരു രാജ്യങ്ങളുടെയും നാടൻ കലാരൂപങ്ങളും മറ്റു പരിപാടികളും ഇതിനോടകം ഇവിടെ അരങ്ങേറി. ഇന്ത്യൻ സ്കൂൾ ഡയറക്ടർ ബോർഡ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചു തുടങ്ങി. ഡിസംബർ 7 ഉച്ചയ്ക്ക് 1 മണി വരെ പത്രിക സ്വീകരിക്കും. ഞായർ മുതൽ വ്യാഴം വരെയുള്ള പ്രവൃത്തി ദിവസങ്ങളിൽ ഇവ സമർപ്പിക്കാവുന്നതാണ്. ഡിസംബർ 14 നാമനിർദ്ദേശ പട്ടികയുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയാകും. ഡിസംബർ 26 ഉച്ചയ്ക്ക് 1 മണി വരെയാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന സമയം. സ്ഥാനാർത്ഥികളുടെ അന്തിമ പട്ടിക ഡിസംബർ 27 പുറത്തുവിടും. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവർക്ക് ആവശ്യമായ യോഗ്യതകളും മാർഗനിർദ്ദേശങ്ങളും തിരഞ്ഞെടുപ്പ് നിയമാവലിയിൽ ഉണ്ട്. ജനുവരി 11 മസ്കത്ത് ഇന്ത്യൻ സ്കൂൾ ഹാളിലാണ് തിരഞ്ഞെടുപ്പ്. കാലത്ത് 8 മണി മുതൽ വൈകുന്നേരം 8 മണി വരെയാണ് വോട്ടിംഗ് സമയം. അന്ന് തന്നെ ഫലപ്രഖ്യാപനവും നടക്കും. സ്കൂൾ ബോർഡിലേക്ക് 5 അംഗങ്ങളെയാണ് തിരഞ്ഞെടുപ്പിലൂടെ കണ്ടെത്തുക. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ കൂടുതൽ പേരെ മത്സരരംഗത്തുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നത്. സ്ഥാനാർത്ഥിയാകാൻ കച്ചുകെട്ടി നിരവധി രക്ഷിതാക്കൾ ഇതിനോടകം തന്നെ പ്രചരണ പ്രവർത്തനങ്ങളും മറ്റും വ്യത്യസ്ത രീതികളിലൂടെ ആരംഭിച്ചിട്ടുണ്ട്. നാമനിർദ്ദേശ പത്രിക ഫോം സ്വീകരിച്ചവരിലും വർധനവുണ്ടായതാണ് അനൗദ്യോഗിക വിവരം. അതേസമയം തിരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടിക വഴി കഴിഞ്ഞ ദിവസം സ്കൂൾ നോട്ടീസ് ബോർഡിൽ പട്ടിക പ്രസിദ്ധപ്പെടുത്തിയിരുന്നു. 5125 രക്ഷിതാക്കൾക്കാണ് ഇത്തവണ വോട്ടവകാശമുള്ളത്. വോട്ടർ പട്ടിക സംബന്ധിച്ച് പരാതിയുള്ളവർക്ക് ഇലക്ഷൻ കമ്മീഷൻ board@gmail.com വഴി സമർപ്പിക്കാൻ സാധിക്കും. തിരഞ്ഞെടുപ്പ് സംബന്ധമായ മുഴുവൻ വിവരങ്ങളും അറിയുന്നതിനുള്ള വെബ്സൈറ്റും പ്രവർത്തന സജ്ജമാണ്. പാരന്റ് ഐഡിയുടെ സഹായത്തോടെ വോട്ട് ചെയ്യാനുള്ള യോഗ്യത രക്ഷിതാക്കൾക്ക് പരിശോധിക്കാനാകും. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.